ولا يحزنك الذين يسارعون في الكفر إنهم لن يضروا الله شيئا يريد الله ألا يجعل لهم حظا في الآخرة ولهم عذاب عظيم إن الذين اشتروا الكفر بالإيمان لن يضروا الله شيئا ولهم عذاب أليم. ആയത്ത് 176. ولا يحزنك താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ الذين يسارعون في الكفر നിഷേധത്തിൽ തിരക്കുകൂട്ടി പായുന്നവർ താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ തീർച്ചയായും അവർ അല്ലാഹുവിനെ അല്പം പോലും ദ്രോഹിക്കുന്നതല്ല. യുരീദുല്ലാഹു അല്ലാ യജ്അല ലഹും ഹദ്ദൻ ഫിൽ ആഖിറഹ് പരലോകത്തിൽ അവർക്ക് ഒരു ഓഹരിയും നൽകാതിരിക്കാൻ അല്ലാഹു ഉദ്ദേശിക്കുന്നു. വലഹും അദാബുൻ അദീം അവർക്ക് ഭയങ്കരമായ ശിക്ഷയുണ്ട്. ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ സത്യവിശ്വാസത്തിന് പകരം നിഷേധത്തെ തിരഞ്ഞെടുത്തവർ ലൻ യദുറുല്ലാഹ ശൈആ അവർ അല്ലാഹുവിനെ അല്പം പോലും ഉപദ്രവിക്കുന്നതല്ല. വലഹും അദാബുൻ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ഈ സൂറത്തിന്റെ മധ്യഭാഗം മുതൽ കഴിഞ്ഞ ആയത്ത് വരെയും ഉഹദ് യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചുള്ള വിശദീകരണങ്ങളും അതിന്റെ പാഠങ്ങളുമായിരുന്നു. ഇപ്പോൾ സൂറത്തിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സാധാരണ വലിയ സൂറത്തുകളുടെ അവസാനത്തിൽ ചെയ്യാറുള്ളത് പോലെ പൊതുവായ വിവിധ വിഷയങ്ങൾ പറയുകയാണ്. ഇതിലെ ഒന്നാമത്തെ വിഷയം ആദരവായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സാന്ത്വനമാണ്. ലോകത്തുള്ള മുഴുവൻ ജനങ്ങളും നന്നാകണമെന്ന് ആഗ്രഹിക്കുകയും എല്ലാവരും നന്നാകാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ട് ചിത്രങ്ങൾ കണ്ടു. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹയെ പോലുള്ള സുമനസ്സുകൾ സത്യവിശ്വാസം സ്വീകരിച്ച് നന്മകളിൽ മുന്നേറുന്നു. രണ്ടാമത്തെ ചിത്രം അബൂജഹലിനെ പോലെ അബൂലഹബിനെ പോലെ അതിയായ സാമർഥ്യവും ശേഷിയുമുണ്ടായിരുന്നിട്ടും നിഷേധത്തിന്റെ മാർഗത്തിൽ അതിവേഗത കാട്ടുന്നതായ വേറൊരു വിഭാഗം ആളുകൾ. ഈ രണ്ടാമത്തെ ചിത്രം കാണുന്ന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിയായി വ്യസനിക്കുകയും ദുഃഖിക്കുകയും ചെയ്യുമായിരുന്നു. ഒരു പ്രബോധകന്റെ അവസ്ഥയുമാണ്, ഒരു അധ്യാപകന്റെ മാതാപിതാക്കളുടെ ഗുണവുമാണ്. മക്കൾ വിദ്യാർത്ഥികൾ നന്നാകുന്നത് കണ്ടാൽ സന്തോഷിക്കും, മോശമാകുന്നത് കണ്ടാൽ ദുഃഖിക്കും. ആളുകളിലേക്ക് യാതൊരു പരിഗണനയുമില്ലാതെ മലയുടെ മുകളിൽ കയറി പ്രസംഗം മാത്രം നടത്തിക്കൊണ്ടിരിക്കുക എന്നത് ഒരു പ്രബോധകന്റെ അധ്യാപകന്റെ ശൈലിയല്ല.
എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ സങ്കടം വളരെ അധികരിക്കുമായിരുന്നു. പരിശുദ്ധ ഖുർആനിന്റെ ധാരാളം ഭാഗങ്ങളിൽ ഈ വിഷയത്തിൽ സ്വാന്തനിപ്പിച്ചുകൊണ്ടുള്ള ആയത്തുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിൽപ്പെട്ട ആയത്താണിത്. وَلَا يَحْزُنكَ الَّذِينَ يُسَارِعُونَ فِي الْكُفْرِ. ഒരു കൂട്ടം ആളുകൾ നിഷേധത്തിൽ ധൃതി കൂട്ടി പായുന്നത് താങ്കളെ ദുഃഖിപ്പിക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, എന്റെ അവസ്ഥ ഒരു വ്യക്തിയെപ്പോലെയാണ്. അദ്ദേഹം തീ കത്തിച്ചു, വെളിച്ചം കിട്ടാൻ വേണ്ടിയാണ് തീ കത്തിച്ചത്. എന്നാൽ ഈയാമ്പാറ്റകൾ അതിലേക്ക് പാഞ്ഞടുക്കുകയുണ്ടായി. ആ തീ കത്തിച്ച വ്യക്തി ആ പാറ്റയെല്ലാം ആട്ടി മാറ്റാൻ നോക്കുന്നു. പക്ഷേ ആ പാറ്റകൾ അദ്ദേഹത്തിനെ തോപ്പിച്ച് തീയിലേക്ക് വന്ന് ചാടുന്നു. ഞാൻ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ കുത്തിരി പിടിച്ച് വലിക്കുകയാണ്, പക്ഷേ നിങ്ങളിൽ ഒരു കൂട്ടം ആളുകൾ അതിലേക്ക് തന്നെ കുതിറി ഓടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരുടെ ഈ ധൃതി കൂട്ടൽ താങ്കളെ ദുഃഖിപ്പിക്കാതിരിക്കട്ടെ. പിന്നെ മറ്റൊരു വിഷയമുണ്ട്. ആരെങ്കിലും പാഠം പഠിച്ചു, അവരെ കൊണ്ട് സ്ഥാപനത്തിന് ഗുണം. ആരെങ്കിലും പാഠം പഠിച്ചില്ല, അവരെ കൊണ്ട് സ്ഥാപനത്തിന് നാണക്കേട്. അതുപോലെ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നു, അതുകൊണ്ട് അള്ളാഹുവിന് എന്തോ ഗുണം. ആരെങ്കിലും സത്യം സ്വീകരിച്ചില്ല, അതുകൊണ്ട് പടച്ചവനെന്തെങ്കിലും ദോഷം എന്നൊരു ചിന്തയ്ക്ക് സാധ്യതയുണ്ട്. അതിനെ തിരുത്തിക്കൊണ്ട് അള്ളാഹു പറയുന്നു, ഇന്നഹും ലൻ യദുറുല്ലാഹ ശൈആ. അവർ പടച്ചവന് യാതൊരു ഉപദ്രവവും ഉണ്ടാക്കുന്നതല്ല. പടച്ചവനെന്ന് പറഞ്ഞാൽ പടച്ചവന്റെ ദീനിന്, സത്യത്തിന്റെ സന്ദേശത്തിന്, ധർമ്മത്തിന്റെ സഞ്ചാരത്തിന് അവർ യാതൊരു കുഴപ്പവും ഉണ്ടാക്കുന്നതല്ല. സത്യമായ കാര്യം. വലിയ വലിയ ആളുകൾ എതിർപ്പുകൾ കാണിച്ചു, പക്ഷേ മുഹമ്മദി വജസ്സുകൾ സ്വച്ഛന്തമായി സഞ്ചരിച്ച് ഇവിടം വരെയും എത്തി ഖിയാമത്ത് വരെയും യാത്ര ചെയ്യും. പിന്നെ കുഴപ്പം അവർക്ക് തന്നെയാണ്. യുരീദുല്ലാഹു അല്ലാ യജഅല ലഹും ഹല്ലൻ ഫിൽ ആഖിറ. അവരുടെ നിർബന്ധം കാരണം, അവരുടെ ദുർവാശി കാരണം പരലോകത്തിൽ അവർക്ക് ഒന്നും കൊടുക്കേണ്ടതില്ല എന്ന് അള്ളാഹു തീരുമാനിച്ചിരിക്കുന്നു. അക്രമപരമായിട്ടല്ല. നിങ്ങളെല്ലാവരും നന്നാകാൻ ആഗ്രഹിച്ചു വന്നു, ഒരു കൂട്ടം ആളുകളെ മാത്രം ഞങ്ങൾ പരിഗണിക്കുന്നു, മറ്റുള്ളവരെ പരിഗണിക്കുന്നില്ല, അനീതിയായി പോകും. എല്ലാവരെയും പരിഗണിക്കുന്നു, ഒരു കൂട്ടം ആളുകൾ മുഖം തിരിച്ചു തന്നെ നിൽക്കുന്നു. ഈ രീതി അള്ളാഹു പറയുന്നു, അവരുടെ ദുർവാശി കാരണം ഞങ്ങൾ മുടിയും, ഞങ്ങൾക്ക് നശിക്കണം, മറ്റുള്ളവരെയും നശിപ്പിക്കണം എന്ന വാശി കാരണം അവർക്ക് പടച്ചവൻ പരലോകത്തിൽ ഒരു വിജയവും നൽകാതിരിക്കാൻ ഉദ്ദേശിക്കുന്നു. വലഹും അദാബുൻ അളീം. അവർക്ക് അതിഭയങ്കരമായ ശിക്ഷയുണ്ട്. ഇത് മറ്റൊരു ഭാഗത്തിന് ഉള്ള മറുപടി കൂടിയാണ്. നിഷേധികൾ പൊതുവിൽ എല്ലാ കാലഘട്ടത്തിലും കുറെ സുഖിക്കും. ചൊറി പിടിച്ചവർ ചൊറിയുമ്പോൾ അവർക്കൊരു വലിയ ആനന്ദമാണ്. അതുപോലെ നമസ്കാരം മുടക്കുമ്പോൾ, ദുസ്വഭാവിയായി നടക്കുമ്പോൾ ഒരു പ്രത്യേകതരം വ്യാജമായ സുഖവും സന്തോഷവും ഉണ്ടാകും. അള്ളാഹു പറയുന്നു, ഈ സുഖവും സന്തോഷവും താൽക്കാലികമാണ്, വ്രണം വലുതാകും, യഥാർത്ഥ സമയത്ത് അവർക്ക് ഭയങ്കര നാശമുണ്ടാകും. അതെന്തുകൊണ്ടാണത് വീണ്ടും പറയുന്നു, ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ. സത്യവിശ്വാസത്തിന് സാധ്യമായ ഒന്നാം തരം സാഹചര്യം ഉപേക്ഷിച്ച് നിഷേധം തെരഞ്ഞെടുത്ത ആളുകൾ, സത്യം ഒരു ഭാഗത്ത് ലളിതമാണ്, മറുഭാഗത്ത് പ്രേരിപ്പിക്കപ്പെടുന്നതാണ്. പാഠം പഠിക്കിൻ, നന്നാകിൻ, സൽസ്വഭാവിയാകിൻ, സത്യവിശ്വാസം സ്വീകരിക്കൻ, സൽക്കർമ്മങ്ങൾ ചെയ്യൻ. ഒരിക്കലും സത്യത്തിന്റെ സന്ദേശം തലകുത്തി നിൽക്കണം. രാത്രി 12 മണിക്ക് ഒരു കാലിൽ നിൽക്കണം. സമ്പത്തെല്ലാം വലിച്ചെറിയണം, ആഗ്രഹങ്ങളെല്ലാം പരിത്യജിക്കണം എന്നൊരിക്കലും പറയുന്നില്ല. പക്ഷേ അങ്ങനെയുള്ള സമുന്നതമായ ഈമാനിനെ കൊടുത്ത് നിഷേധത്തെ തിരഞ്ഞെടുത്തവർ ലൻ യദുറുല്ലാഹ ശൈആ. അവർ അല്ലാഹുവിന് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല.
അവരെ കൊണ്ട് പടച്ചവന്റെ ദീനിന് യാതൊരു കുഴപ്പവും ഉണ്ടാകുന്നതല്ല. ഖുർആന്റെ മറുഭാഗത്ത് പറയുന്നു, വേണ്ടാത്തവർക്ക് വേണ്ടെങ്കിൽ അതിന് ഇരട്ടിയായി വേണ്ടവർ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മഹാനായ മാമ പറയുമായിരുന്നു, ഇന്ത്യക്കാർക്കും അറബികൾക്കും ദീൻ വേണ്ട, അമേരിക്കക്കാർക്കും ആസ്ട്രേലിയക്കാർക്കും ദീൻ വേണം. ഇതാണ് ഇന്നത്തെ സാഹചര്യം. നമുക്ക് ഫർളായ കാര്യങ്ങൾ പഠിക്കാൻ സമയമില്ല, സൗകര്യമില്ല. അവർ സുന്നത്തുകൾ ചോദിച്ചുകൊണ്ട് നടക്കുന്നു. വിരലിന്റെ നഖം എവിടെ നിന്നാണ് വെട്ടേണ്ടത്, എവിടെ നിന്നാണ് വെട്ടിത്തുടങ്ങേണ്ടത്. വലിയ പാരമ്പര്യത്തിലുള്ള ആളുകൾക്ക് ഖുർആൻ പഠിക്കാൻ മടി, അവർക്ക് നമസ്കാരത്തിൽ അലസത. സാധുക്കളായ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ലൻ യദുറുല്ലാഹ ശൈഅൻ വലഹും അദാബുൻ അലീം. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്, അതിഭയങ്കരമായ നാശമുണ്ട്, നഷ്ടമുണ്ട്. ഇവിടെ അവരെപ്പറ്റി പറയുന്നതിനോടൊപ്പം അല്ലാഹു തആല നമ്മയും ഉപദേശിക്കുകയാണ്, ഒരിക്കലും നിങ്ങൾ ഈമാനിനെ കൊടുത്ത് നിഷേധത്തെ തെരഞ്ഞെടുക്കരുത്, സുന്നത്തിനെ കൊടുത്ത് ബിദ്അത്തിനെ തെരഞ്ഞെടുക്കരുത്, നിങ്ങൾ നന്മയെ കൊടുത്ത് തിന്മയെ തെരഞ്ഞെടുക്കരുത്, സൽസ്വഭാവത്തെ കൊടുത്ത് ദുസ്വഭാവത്തെ തെരഞ്ഞെടുക്കരുത്, ജീവനത്തെ നാശമാക്കരുത്. ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ. ഈമാൻ ആരുടെയെങ്കിലും മനസ്സിൽ നട്ടുപിടിപ്പിക്കപ്പെട്ടാൽ അവർക്ക് ഈ കാര്യം നടക്കും. ഒരു സ്ഥലത്ത് കൊച്ചുകുട്ടികൾക്ക് സാധനങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ആഹാര സാധനങ്ങൾ, അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായ വസ്തുക്കൾ കൊടുക്കുന്നു. ഇതിനിടയിൽ ഒരു കുട്ടി ആ സാധനങ്ങളെല്ലാം വലിച്ചെറിഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ഓടി മാറുന്നു. പണ്ഡിതന്മാർ ആ കുട്ടിയെ കണ്ടിട്ട് ചോദിച്ചു, നീ എന്താ ഇങ്ങനെ ഓടുന്നത്? എന്നോട് പറയപ്പെട്ടു, സാധനം തരുന്നതിന്റെ കൂട്ടത്തിൽ അല്ലാഹു അല്ലാത്ത വ്യക്തിയെയും ശക്തിയെയും വിളിച്ച് പ്രാർത്ഥിക്കും. എനിക്ക് സാധനം വേണ്ടതില്ല, പക്ഷെ എനിക്ക് ഈമാൻ വേണം. ഇന്നത്തെ കാലഘട്ടത്തിലെ സംഭവമാണ്. പരിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട നമ്മുടെ മുമ്പിൽ ഒരു ഭാഗത്ത് ദുനിയാവ് വന്നു, മറുഭാഗത്ത് ദീൻ വന്നു. ഏതിനെ തെരഞ്ഞെടുക്കും? ദീനിനെ തെരഞ്ഞെടുക്കണം. ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ ലൻ യദുറുല്ലാഹ ശൈആ. അവർ പടച്ചവന് യാതൊരു ഉപദ്രവവും ചെയ്യുന്നതല്ല, മറിച്ച് അവർക്ക് തന്നെയാണ് അവർ ഉപദ്രവം ചെയ്യുന്നത്. സ്വന്തം കാല് വെട്ടുകയാണ്, സ്വന്തം സാധ്യത നശിപ്പിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരളി, ഈ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും നാമത്തിൽ സ്വർഗം തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാവരുടെയും പേരിൽ, എണ്ണത്തിൽ. അതിനെ വിട്ട് ഒരു കൂട്ടം ആളുകൾ നരകത്തിലേക്ക് പോകുമ്പോൾ അതിനടുത്തുള്ളവർ ആ സ്വർഗവും കൂടി അനുഭവിക്കുന്നു. ഇന്നല്ലദീന ഇശ്തറവുൽ കുഫ്ര ബിൽ ഈമാൻ ലൻ യദുറുല്ലാഹ ശൈആ. അവർ പടച്ചവന് യാതൊരു ദ്രോഹവും ചെയ്യുന്നതല്ല, അവർക്ക് തന്നെയാണ് ഉപദ്രവം ചെയ്യുന്നത്. വലഹും അദാബുൻ അലീം. അവർക്ക് വേദനാജനകമായ ശിക്ഷയുണ്ട്. ആകയാൽ ഈമാനിനെ വലുതായി കാണിൻ, അതിനുവേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യിൻ, ആ ഈമാനിന് വേണ്ടി പരിശ്രമിക്കിൻ, ഈമാനിന്റെ കാര്യങ്ങൾ പറയിൻ, ഈമാനിന്റെ കാര്യങ്ങൾ കേൾക്കിൻ, ഈമാനിന്റെ കാര്യങ്ങൾ എഴുതിൻ, ഈമാനിന്റെ കാര്യങ്ങൾ വായിക്കിൻ. അതിലൂടെ ഈമാൻ ഉണ്ടായിത്തീരും. എല്ലാത്തിനുമുപരി അള്ളാഹുവിനോട് താണുകയാണ് ദുആ ചെയ്യിൻ ഈമാനിന് വേണ്ടി. അല്ലാഹുമ്മ സയ്യിന്നാ ബിസീനത്തിൽ ഈമാൻ. അള്ളാഹുവെ, ഞങ്ങളെ നീ ഈമാനിന്റെ അലങ്കാരം കൊണ്ട് അലങ്കരിക്കണേ. വജഅൽനാ ഹുദാത്തം മുഹ്തദീൻ. ഞങ്ങളെ നീ സന്മാർഗികളും സന്മാർഗം കാട്ടുന്നവരുമാക്കണമേ. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.